നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് ഇറാനിലേക്ക് തന്നെയാണ്. അമേരിക്കയും ഇസ്രയേലും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളും അതുപോലെ തന്നെ ലോകത്തെ എണ്ണ വിപണിയും ഉറ്റുനോക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഹൊർമൂസ് കടലിടുക്കിൽ ഇറാന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു നാവിക അഭ്യാസങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. IRGC അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡാണ് ഇത്തരം നാവിക അഭ്യാസത്തിന് നേതൃത്വം നൽകുന്നത്. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇറാന്റെ നാവിക അഭ്യാസങ്ങളെ ആഗോള കപ്പൽ ഗതാഗതത്തിന് ഭീഷണി, അതുപോലെ തന്നെ എണ്ണ വിപണിക്ക് അപകടം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇറാന്റെ അധീനതയിലുള്ള പ്രദേശത്ത് നാവിക അഭ്യാസം നടത്തുന്നതിന് അത് മറ്റുള്ളവർക്ക് എങ്ങനെ ഭീഷണിയാകും എന്നൊരു ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. ഇറാൻ വ്യക്തമാക്കുന്നത് സ്വയം പ്രതിരോധത്തിനാണ് തങ്ങൾ മുൻതൂക്കം നൽകുന്നതെന്നാണ്. അതായത് ഇറാൻ അങ്ങോട്ട് കയറി ആക്രമണം നടത്തുകയില്ല, എന്നാൽ ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടാനും ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. നമുക്ക് ആദ്യം ഹൊർമൂസ് കടലിടുക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് ഇറാൻ നാവിക അഭ്യാസം നടത്തുന്ന ഈ ഒരു പ്രദേശം നമ്മൾ ഈ മാപ്പിൽ കാണുന്നത് പോലെ ഇതാണ് ഇറാനോട് ചേർന്ന് കാണുന്ന ഈ 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള നാരോ കടൽപാതയാണ് ഹൊർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അതായത് ലോകത്തെ മൊത്തം എണ്ണ വ്യാപാരത്തിൻ്റെ ഏകദേശം 20% കടന്നു പോകുന്നതും ദിവസേന 1.7 കോടി ബാരൽ എണ്ണ കടന്നു പോകുന്നതും ഇതുവഴിയാണ്. അതിനാൽ തന്നെ അമേരിക്ക, യൂറോപ്പ്, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങൾ ഇവയെല്ലാം തന്നെ ഈ കടലിടുക്കിനെ ആശ്രയിക്കുന്നുണ്ട്. ഇറാനോട് ചേർന്ന് കിടക്കുന്ന കടൽപാത ആയതിനാൽ തന്നെ ഇറാൻ ഈ കടൽപാതയുടെ സുരക്ഷയിൽ വലിയ പങ്കും വഹിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇറാൻ നടത്തുന്ന നാവിക അഭ്യാസങ്ങളെക്കുറിച്ച് പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഇറാൻ അതിനോട് പ്രതികരിക്കുന്നത്, അതായത് ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഹൊർമൂസ് കടലിടുക്ക് ഇറാനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇറാന്റെ അവകാശവും ഉത്തരവാദിത്വവുമാണ് എന്നാണ് ഇറാനിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും നാവിക അഭ്യാസം നടത്തിയാൽ അത് കുഴപ്പമില്ല. എന്നാൽ ഇറാൻ ഇത്തരമൊരു നാവിക അഭ്യാസം നടത്തിയാൽ ഭീഷണി എന്ന രീതിയിൽ ഈ രാജ്യങ്ങൾ പറയാനായിട്ടുള്ള അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്ക വർഷം മുഴുവൻ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നാവിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. അതായത് എയർക്രാഫ്റ്റ് കാരിയറുകൾ കൊണ്ടുവരുന്നു, ന്യൂക്ലിയർ സബ്മറീൻ കൊണ്ടുവരുന്നു. എന്നാൽ ഇതൊന്നും ഒരു ഭീഷണി എന്ന രീതിയിൽ ആരും കരുതുന്നില്ല. എന്നാൽ ഇറാൻ സ്വന്തം തീരത്ത് ഒരു നാവിക അഭ്യാസം നടത്തിയാൽ അത് ഭീഷണി എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ എന്നൊരു ചോദ്യമാണ് ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അത് കൂടാതെ തന്നെ ഇറാൻ വ്യക്തമാക്കുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഷിപ്പിംഗ് അത് ഇതുവരെ തടഞ്ഞിട്ടില്ല, കടൽപാതയും ഇതുവരെ അടച്ചിട്ടില്ല. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല. സാമ്പത്തിക ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും സൈനിക ഭീഷണിക്കിടയിലും ഇറാൻ നേരിട്ട് ഒരു യുദ്ധം അത് ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇസ്രയേൽ ഇങ്ങോട്ട് കയറി ആക്രമണം നടത്തിയതിനാലാണ് ഇറാൻ 12 ദിവസം നീണ്ടുനിന്ന വാറിൽ ഇസ്രയേലിലേക്ക് പ്രത്യാക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. സ്പെഷ്യലി ഇറാനിയൻ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത്.